മലയാളീസ് കിച്ചൺ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്ന് ഞാൻ ഒരു ഇൻസ്റ്റൻറ്റ് നാരങ്ങ അച്ചാർ, മധുര നാരങ്ങ അച്ചാർ ഞാൻ ഉണ്ടാക്കാൻ പോണ്. ഇതിൽ ഏകദേശം ഒരു 10-15 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു 1/2 കിലോ അത് കണക്കാക്കി എടുക്കണം. 1/2 കിലോയുടെ കണക്കിൻ്റെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതെല്ലാം കൂടി നമ്മൾ കഴുകി നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി എടുക്കണം. നാരങ്ങ നന്നായിട്ട് ഒരു 2-3 തവണ നന്നായിട്ട് വൃത്തിയായിട്ട് നമ്മൾ കഴുകിയെടുക്കണം. അത് ഏതായാലും കഴുകിയെടുത്ത് കൊണ്ടുവരാണ് ഞാൻ. നന്നായിട്ട് കഴുകണം. ഇത് നാരങ്ങയുടെ ഈ വെള്ളമൊന്നും തുടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് പറഞ്ഞത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാരങ്ങയുടെ മധുര നാരങ്ങ അച്ചാർ ഉണ്ടാക്കണം ഞാൻ. ഈ നാരങ്ങ എല്ലാം കൂടി ഞാനൊരു കുക്കറിലേക്കാണ് എടുക്കണത്. കുക്കറിലിട്ടിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഞാനൊന്ന് ഒരു വിസിൽ വരാനായിട്ട് ഞാൻ ഇത് അടച്ച് ഞാൻ വേവിക്കുകയാണ്. ഞാനിതിനെ വേവിക്കാൻ വെക്കുകയാണ്. ഞാൻ മൂടിയിട്ട് ഒരു വിസിലേ വരേണ്ട ആവശ്യമുള്ളൂ. ഞാൻ വിസിൽ വരാനായിട്ട് കാത്തിരിക്കുകയാണ്. വിസിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കാണിക്കാം. ഇത് വിസിൽ ഒന്ന് ആറി കഴിയുമ്പോഴേക്കും നമുക്ക് അതിന് ചേർക്കാനുള്ള ചേരുവകൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കണത് കാണിച്ചു തരാം ഞാൻ. കുക്കറിൽ വെച്ച നാരങ്ങ ആറി വരുമ്പോഴേക്കും നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ചീന്തട്ടിയിലേക്ക് നമുക്ക് ഡ്രൈ ആയിട്ട് ഇതിനുള്ള ചേരുവകളും നമ്മൾ വറുത്തെടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ ഉലുവ, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എണ്ണയൊന്നും ഒഴിക്കാതെയാണ് ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് റോസ്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ 1 ടീസ്പൂൺ കായം, അതും കൂടി റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണ് അയമോദകം, അതും ഞാൻ വറുക്കുകയാണ് ഇതിൻ്റെ കൂടെ. ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് ആറിയിട്ടൊന്ന് പൊടിച്ചെടുക്കണം. വല്ലാതെ ഫൈനായിട്ട് പൊടിക്കരുത്, ഒന്ന് തരിതരിപ്പ് മാതിരി പൊടിച്ചെടുക്കണം. ഇതെല്ലാം പൊടിച്ചെടുക്കാൻ പോകണത്. ഇത് ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഒന്ന് ആറിക്കഴിഞ്ഞ് ഞാനിതിനെ പൊടിച്ചെടുക്കുകയാണ്. ഇതുമാതിരി പൊടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തരിതരിപ്പ് വേണം. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് എല്ലാ നാരങ്ങ ഇതുമാതിരി ചെറുതായ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു കാര്യം ചെയ്യാം. ഈ മുറിച്ച് വെച്ച നാരങ്ങയുടെ അകത്തേക്ക് ഈ പൊടിച്ച് വെച്ച ഉലുവയും ഇതിൻ്റെയും പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ബ്ലാക്ക് സോൾട്ട്, 1.5 ടേബിൾ സ്പൂൺ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഉപ്പ്, ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ ചേരുവകളെല്ലാം കൂടി നമ്മൾ കുക്കറിലേക്ക് ഇടുകയാണ്. പിന്നെയും കുക്കറിലേക്ക് ഇട്ടിട്ട്
അതിൻ്റെ കൂടെ നമ്മൾ 1 കപ്പ് ഈന്തപ്പഴം ഇടുന്നത്. ആദ്യം നമ്മൾ ഈ ചേരുവകളൊക്കെ ഇതിലേക്കിട്ടുണ്ട്. നാരങ്ങയുടെ ഇതും കഷ്ണങ്ങളൊക്കെ അതിൻ്റെ കൂടെ 1 കപ്പ് ഈന്തപ്പഴത്തുണ്ട്. ഈന്തപ്പഴത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് പഞ്ചസാര ഇടാം, അല്ലെങ്കിൽ ശർക്കര ഇടാം. ഞാൻ പക്ഷേ ഇവിടെ ഈന്തപ്പഴമാണ് ഇട്ടിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഗ്യാസ് ചെറുതാക്കിയിട്ട് വെച്ചിരിക്കുക, പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാനാണ്. അതിൻ്റെ കൂടെ നമുക്ക് 1/2 കപ്പ് നാരങ്ങ നീരൊഴിക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി അടച്ച് നമ്മൾ 1 വിസിൽ വയ്ക്കുക. 1 വിസിൽ. ഒരു വിസിൽ വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം. 1 വിസിൽ വന്ന ഉടനെ നമുക്കതിനെ ഓഫാക്കാം. നന്നായിട്ട് ആറി കഴിഞ്ഞിട്ട് നമുക്കിതിനെ പാത്രത്തിലേക്ക് മാറ്റാണ്. നന്നായി സ്റ്റെറിലൈസ് ചെയ്ത കുപ്പിയുടെ ചില്ല് കുപ്പിയിലേക്ക് നമുക്ക് മാറ്റാം. ഇതായാലും ഇത് ആറാൻ വെക്കട്ടെ. ആറി കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് കാണാനേ. അങ്ങനെ നമ്മളുടെ മധുര നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമ്മളിനി അത് സ്റ്റെറിലൈസ് ചെയ്ത ഒരു ചില്ലിൻ്റെ കുപ്പിയിലേക്ക് നമ്മൾ എടുത്ത് മാറ്റുകയാണ്. അങ്ങനെ നമ്മൾ മധുര നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് കൂടുതൽ ദിവസം അതിൽ ഉപ്പിലിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പെട്ടെന്ന് ഉണ്ടാക്കി നമുക്ക് ഉടനെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതാരും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്, ഈസിയാണ്. കൂടുതൽ ചേരുവകളൊന്നും ഇല്ലേനും. എല്ലാവരും ഈ അച്ചാർ ഉണ്ടാക്കണം, ട്രൈ ചെയ്ത് നോക്കണം. വല്ല കമൻറ്റ്സ് അല്ലെങ്കിൽ തെറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മധുരം നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് മാറ്റാം. നമുക്ക് വേണമെങ്കിൽ ഈന്തപ്പഴം ഇടാം, അല്ലെങ്കിൽ പഞ്ചസാര ഇടാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ശർക്കര ഇടാം. ഞാൻ ഇതിലിവിടെ ഈന്തപ്പഴം ഇട്ടിരിക്കുന്നത്. അത് കാരണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിന് വല്ല കമൻറ്റോ വല്ലതും ഉണ്ടെങ്കിൽ ഏതെങ്കിലും മറക്കാതെ ഇടണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെ ലൈക്ക് ബട്ടണും പ്രസ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.